എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിലും നല്ല മഴ പെയ്യുകയാണ്, ശക്തമായ മഴയാണ്. തൃപ്പൂണിത്തുറയിൽ വീടുകളിലൊക്കെ വെള്ളം കയറി. അല്പം ദുരവസ്ഥയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇടംപാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 20 കുടുംബങ്ങളുണ്ട്. അതിൽ ഏകദേശം ഇപ്പോൾ നിലവിൽ ഒരു 8ഓളം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന അതിശക്തമായിട്ടുള്ള മഴയിലാണ് ഇത്തരത്തിൽ വെള്ളം കയറി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആദ്യമുള്ള ഒരു വീട്ടിൽ, അതായത് റോഡിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ്. ഇത് റോഡിൽ നിന്നും അല്പം ഇറങ്ങിയാണ് ഈ പ്രദേശമുള്ളത്. അപ്പോൾ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ടിരുന്നു. അത് കോൺക്രീറ്റ് അടയ്ക്കുകയും തുടർന്ന് കോടതിയുടെ ഇടപെടലോടൊക്കെയാണ് അത് തുറന്നു കൊടുക്കുകയും ചെയ്തതാണ്. അത് വീണ്ടും അടച്ചതാണ് ഈ രീതിയിൽ ഒരു വെള്ളം കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഈ പ്രദേശങ്ങളിലുണ്ട്, വീട്ടുകളിലുള്ള ആളുകളുമുണ്ട്. ഈ വീടുകളിൽ നിന്നുമൊക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് മാറ്റി രാത്രിയിലൊക്കെ അവർ ഈ മുകളിലായിട്ടൊക്കെയാണ് ഉറങ്ങിയത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലൊരു ചേട്ടാ, എപ്പോഴത്തേക്കോ വെള്ളം കയറി തുടങ്ങിയത്? രാത്രി ആയപ്പോഴത്തേക്ക് ആ മഴ പെയ്തപ്പോൾ തുടങ്ങി വെള്ളം അടിച്ചു കയറി. ഇത് മെയിനായിട്ടുള്ള കോടതിയിൽ നിന്ന് വിധി വന്നിട്ട് ഇവിടെ പൈപ്പ് ഇട്ടേക്കുന്നതാണ്. തെക്കേ അറ്റത്ത് സുഖമായിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ആരോ വന്നിട്ട് ആ പൈപ്പ് അടച്ചു കളഞ്ഞു. അതിനുശേഷം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കയറിയത്. ഇത് നഗരസഭയോടൊന്നും പറഞ്ഞിട്ടില്ല? ഇത്രയും നഗരസഭ ഒരുപാട് ലെറ്റർ കൊടുത്തു. നഗരസഭ ഈ കേസിലെ പ്രതിയും കൂടിയാണ്, അതും ചെയ്യണില്ല. നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ചെയ്യണില്ല, ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല കൗൺസിലർ ഇവരാരും. അതിന് മുമ്പുള്ള കൗൺസിലൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ തന്നെ അന്വേഷണം ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന ആൾക്കാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒന്നും ചെയ്യണമില്ല. ഇത് ഒരു വീടാണ്. ഇനി ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലും ദയനീയമാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പുറകിലേക്കൊരു റോഡുണ്ട്, ഒരു ചെറിയ ഇടവഴിയാണ്. ആ ഇടവഴിയാണ് മറ്റു വീടുകളിലേക്ക് പോകുന്നത്. ഞാൻ ആ ഭാഗം കൂടി ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് പോലും മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നഗരസഭയുടെ, ആ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഒരു വീട്ടിലേക്ക് പോകുന്ന, അതായത് ഇതിന്റെ പുറകിലേക്കുള്ള വീടുകളിലേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഇതിന്റെ മുൻപേ ഒന്ന് നടന്ന് കാണിച്ചു തരാം. ക്യാമറയ്ക്ക് മുൻപിൽ ഒന്ന് നടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത്രത്തോളമാണ് വെള്ളമുള്ളത്. നിലവിൽ ഞാൻ നിൽക്കുന്ന ഭാഗം വരെയാണ് എങ്കിൽ ഇത്രത്തോളം വെള്ളമുണ്ട്. ഇതിന്റെ പുറകിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ നമുക്കൊന്ന് ലോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടൻ്റെയൊക്കെ മുട്ടപ്പമാണ് വെള്ളമുള്ളത്. അപ്പോൾ ഒരു ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളുണ്ട് ഇതിന്റെ പുറകിലേക്കൊക്കെ. ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന വഴികളാണിത്. ഈ വഴിയൊന്നും പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അത് മാത്രമല്ല, ഈ വേസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പല ഭാഗങ്ങളിലും അടഞ്ഞു കിടക്കുന്നത് കൊണ്ട്, അത്തരത്തിലുള്ള വെള്ളം കൂടി ആയതുകൊണ്ട് ഈ മറ്റു രോഗങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പലതും നമുക്ക് കാണാൻ പോലും കഴിയില്ല. എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്.